ഹായ് ഗൈസ്, ഇറ്റ്സ് മീ കോ. നമ്മൾ പോകുന്നത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ്. കണ്ണൂരിലെ വളവട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. ജാതിമതഭേദമില്ലാതെ ഏവരെയും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന മുത്തപ്പൻ. കണ്ണൂരിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇവിടുത്തെ ദൈവങ്ങളിലുണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. കാരണം വയസ്സും ജാതിയും ആണും പെണ്ണും അശുദ്ധിയും തീണ്ടിക്കൂടായ്മയൊന്നും മുത്തപ്പനില്ല. തെയ്യം ഒരു അനുഷ്ഠാന കലാരൂപം എല്ലാ ദിവസവും അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. വെള്ളാട്ടവും തിരുവപ്പനയുമാണ് ഇവിടെ കെട്ടിയാടുന്നത്. എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടും തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നു. മുത്തപ്പൻ്റെ പ്രധാന വഴിപാടുകൾ പയങ്കുറ്റി, വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ്. ക്ഷേത്രത്തിൽ നിന്നും ഈ വഴിപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടെന്ന് പറയുന്ന മുത്തപ്പൻ്റെ ദൈവം മടപ്പുരയിലെത്തുന്ന ഭക്തരോട് നേരിട്ട് സംസാരിക്കും. അവരുടെ ശരീരത്തിൽ തൊട്ട് അനുഗ്രഹിക്കും. ചായയും ഉച്ചയൂണും അത്താഴവും നൽകും. പയറും ഉണക്കമീനും തേങ്ങാപ്പൂളും പ്രസാദമായി നൽകും. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ഊട്ടുപുരയുണ്ട്. ചേർന്ന് അതിമനോഹരമായ ഒരു വാക്ക് വേ. ഇരുവശങ്ങളിലും ഇരിപ്പിടങ്ങൾ. എ പെർഫെക്റ്റ് പ്ലേസ് to relax. മുത്തപ്പൻ്റെ വാഹനമായ നായകൾ യഥേഷ്ടം വിഹരിക്കുന്ന ഇടം. എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ പ്രസാദം പോലും ആദ്യം വിളമ്പുന്നത് ക്ഷേത്രനാക്കൾക്കാണ്. ദേ ആർ ഫാമിലി. ഇവിടെ എന്നും ഒരു ഉത്സവ പ്രതീതിയാണ്. നിറയെ ഷോപ്പുകൾ. ഇവിടെ എല്ലാം കിട്ടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും ഈ ഷോപ്പുകൾ. തൊട്ടടുത്ത് തന്നെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. വളവട്ടം നദിയിലൂടെ ഒരു ഉല്ലാസയാത്രയും നടത്താവുന്നതാണ്. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളും സർവീസ് നടത്തുന്നുണ്ട്. മഴ സീസൺ ആയതുകൊണ്ടാകാം ബോട്ടുകളൊന്നും സർവീസ് നടത്തി കണ്ടില്ല. സമീപത്തായി ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും കണ്ടു. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഒരു മതസ്ഥലമല്ല, അതൊരു അനുഭവമാണ്.